ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം. നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ ഡോട്ട് നെറ്റിൻ്റെ പുതിയൊരു സീരീസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡോട്ട് നെറ്റ് 10 ഫോർ ബിഗിനേഴ്സ്. സോ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ കിടക്കുന്ന ഡോട്ട് നെറ്റ് വീഡിയോസ് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പം ഡോട്ട് നെറ്റിൽ വന്ന ഈ ഒരു ഇയേഴ്സിൽ വന്ന ചേഞ്ചസ് പല പഴയ വീഡിയോസും ആക്ച്വലി ഇപ്പോൾ വർക്കിംഗ് അല്ല. അപ്പോൾ അതുകൊണ്ടൊരു ഫ്രെഷ് സീരീസ് ഡോട്ട് നെറ്റിൻ്റെ ലേറ്റസ്റ്റ് LTS വേർഷനായ ഡോട്ട് നെറ്റ് 10 വെച്ചുകൊണ്ടുള്ള ഒരു സീരീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു ബിഗിനർ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഒരു സീരീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ ഫസ്റ്റ് ഡോട്ട് നെറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡോട്ട് നെറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൽ നമുക്ക് വെബ് ആപ്ലിക്കേഷൻസ്, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ്, APIs എന്നിവയൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഡോട്ട് നെറ്റിൽ പ്രൈമറിലി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് C# ആണ്. സോ ഈവൻ ദോ മറ്റു പല ലാംഗ്വേജ്, അതായത് F# ഒക്കെ സപ്പോർട്ടഡ് ആണെങ്കിലും ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് C# ആണ്. പിന്നെ അതുപോലെ തന്നെ ഡോട്ട് നെറ്റ് ആസ് ഓഫ് നൗ ഇപ്പോൾ ക്രോസ് പ്ലാറ്റ്ഫോം ആണ്. പണ്ടത്തെ എർലിയർ വേർഷനിലൊക്കെ ഡോട്ട് നെറ്റ് നമുക്ക് ആക്ച്വലി വിൻഡോസിൽ മാത്രമേ ആക്ച്വലി ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ലിനക്സിലൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ ഈ ഒരു ഇൻട്രോ വീഡിയോ മുതൽ ബാക്കിയുള്ള എല്ലാ സീരീസും ആക്ച്വലി ഒരു ബിഗിനർ പെർസ്പെക്റ്റീവിൽ, അതായത് ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ആയിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു രീതിയാണ് നമ്മൾ പറയുന്നത്. ഒരു കംപ്ലീറ്റ് ബിഗിനർ, അതായത് ഡോട്ട് നെറ്റിനെ കുറിച്ചൊന്നും അറിയാത്ത ഒരാൾക്ക് പ്രൊജക്റ്റ് റെഡി ഡെവലപ്പർ ആവാനുള്ള ഒരു സീരീസാണത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളൊരു മിനിമൽ MVC ആപ്ലിക്കേഷൻ ആയിരിക്കും ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇതിൻ്റെ ഒരു എൻഡ്, അതായത് ഈ ഒരു സീരീസിൻ്റെ എൻഡ് എന്ന് പറയുന്നത് നിങ്ങളൊരു കംപ്ലീറ്റ് ഫ്രഷറിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം, അല്ലെങ്കിൽ ഡോട്ട് നെറ്റിലെ കോർ കൺസെപ്റ്റ്സ് കവർ ചെയ്യുന്ന ഒരു സീരീസ് ആയിരിക്കും. അപ്പം ഒരുപാട് അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്സ് ഇതിൽ നമ്മൾ കവർ ചെയ്യുന്നതല്ല. അപ്പോൾ അതൊരു നെക്സ്റ്റ് ഒരു സീരീസിലായിരിക്കും. പക്ഷേ ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബിഗിനറിനെ ഒരു ഡോട്ട് നെറ്റ് ആയിട്ട് നമുക്ക് യൂസ്ഡ് ആവുക, അല്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആക്കുക ഏറ്റവും എളുപ്പത്തിൽ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഈ ഒരു സീരീസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം, നമ്മളിവിടെ ഒരു സീരിയസ് ലേണേഴ്സിന് മാത്രമാണ് ഈ ഒരു സീരീസ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം ഇതൊരു കാഷ്വലി വാച്ച് ചെയ്ത് പോകുന്ന കൈൻഡ് ഓഫ് ഒരു സീരീസ് അല്ല. നിങ്ങളിപ്പോൾ ഒരു ജോലി നോക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. നിങ്ങൾ ബേസിക് ഫണ്ടമെൻ്റൽ C# പ്രോഗ്രാമിംഗ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു റിയൽ ആയിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ സ്റ്റെപ്പ് എന്നതിലൊക്കെയാണ് ഈ ഒരു സീരീസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടുപോകല്ല, അതിൻ്റെ കൂട്ടത്തിൽ ബിൽഡിങ്, ഇത് കോഡ് ചെയ്ത് പോകുന്ന കൈൻഡ് ഓഫ് രീതിയിൽ പഠിക്കുന്നവർക്കായിരിക്കും ഈ ഒരു സീരീസ് കൊണ്ട് മെയിൻലി ബെനിഫിറ്റ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ ഇത് ബിഗിനേഴ്സ് പലപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് കൺസിസ്റ്റൻസി ഇല്ലായ്മ. അതായത് കുറേ വീഡിയോസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണും, പക്ഷേ ഒന്നും കംപ്ലീറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു ഇതൊക്കെ കൊണ്ട് തന്നെ ഫൈനലി അവരൊരു ജോബിലേക്ക് ഒരിക്കലും ലാൻഡ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു എന്താ പറയുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അഡ്വാൻസ് ആവുന്ന മോഡലിലാണ് ഈ ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വൽ കരിയർ ഗ്രോത്ത് വളരെ സീരിയസ് ആയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ വില്ലിംഗ് ആയിട്ടുള്ളവർക്കായിരിക്കും ഈ ഒരു സീരീസ് കൊണ്ട് ആക്ച്വലി ഒരു യൂസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സീരീസിന് മോസ്റ്റ് ഓഫ് ദ റിസൾട്ട് കിട്ടണമെങ്കിൽ ഫസ്റ്റ് തന്നെ എന്താ ഒരു സീരീസ് കംപ്ലീറ്റ്ലി വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ വാച്ച് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഓരോ വീഡിയോസിലും ഉള്ള കോഡിങ് പ്രാക്ടീസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു റഷ് ചെയ്ത് ഒരു സീരീസ് കാണാതിരിക്കുക. ചില കൺസെപ്റ്റ് അല്ലെങ്കിൽ ചില കോഡ് മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റഡ്ലി അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ചില ഐഡിയാസ് അല്ലെങ്കിൽ ഇതിൽ പറയുന്ന എക്സ്പ്ലനേഷൻസ് ക്ലിയർ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതിൽ എന്താ പറയുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു ഔട്ട്പുട്ട് ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സീരീസ് ബിൽഡപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാവുക. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നൊരു കാര്യം, ഡോട്ട് നെറ്റിനേക്കാളും കൂടുതൽ ഇവിടെ സ്റ്റുഡൻസ് സ്ട്രഗിൾ ചെയ്യുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നിങ്ങൾ കാണുന്ന വീഡിയോസിലൊക്കെ ഒരുപാട് തിയററ്റിക്കൽ കൺസെപ്റ്റ് ആയിരിക്കും ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുക.
പിന്നെ അതുപോലെ തന്നെ പലരും ട്രൈ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് അഡ്വാൻസ്ഡ് കാര്യങ്ങൾ ആദ്യം പഠിക്കാനായിട്ട് ട്രൈ ചെയ്യും. അപ്പോൾ അത് എന്ന് പറയുന്നത് ആസ് എ ഒരു ബിഗിനർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് അഡ്വാൻസ്ഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹാർഡായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ ഒരു സീരീസ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യം ഡ്രോപ്പ് ചെയ്ത് നമ്മൾ മറ്റൊരു ഫീൽഡിലേക്ക് തന്നെ ചിലപ്പോൾ ബിഗിനേഴ്സ് മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു സാധനവും ഒരു ഫുള്ളി കംപ്ലീറ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ അഡ്വാൻസ്ഡ് കൺസെപ്റ്റ് നിങ്ങൾ ആദ്യമേ ഒരിക്കലും പഠിക്കാനായിട്ട് ട്രൈ ചെയ്യരുത്. ഓക്കെ, ഒരു വലിയ പ്രൊജക്റ്റ് ആദ്യം തന്നെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യരുത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമലായിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജോബ് റെഡി ആയിട്ട് ആവാനായിട്ടുള്ള ഒരു 50-60% കൂടുതൽ കൺസെപ്റ്റ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സീരീസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി അഡ്വാൻസ്ഡ് കൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാം. മേ ബി നമ്മൾ ഇൻ ഫ്യൂച്ചർ അഡ്വാൻസ്ഡ് സീരീസ് വരെ ഇതിൻ്റെ കംപ്ലീഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ തരുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ലേൺ ബൈ ബിൽഡിംഗ് ആണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഈച്ച് വീഡിയോ പ്രോഗ്രസ് ചെയ്യുമ്പോൾ, ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ കഴിഞ്ഞിട്ട് കോഡിങ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോ വീഡിയോയിലും ആക്ച്വലി ലേൺ ബൈ ഡൂയിങ്, അതായത് നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു കൺസെപ്റ്റ് പഠിക്കും, എന്നാൽ നമ്മുടെ ഈ ഒരു മിനിമൽ പ്രൊജക്റ്റ് പ്രോഗ്രസ് ആവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഓരോ വീഡിയോയും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു പ്രോഗ്രസ് കാണാനും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണാനായിട്ടും സാധിക്കും. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒരു സോഴ്സ് കോഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ സോഴ്സ് കോഡ് എന്ന് പറയുന്നതും ഈ ഓരോ വീഡിയോയുടെയും ആക്ച്വൽ പ്രോഗ്രസ് നിങ്ങൾക്ക് സോഴ്സ് കോഡ് ആക്ച്വലി ഫ്രണ്ട് ആൻഡ് ബാക്ക് പോയി ചെക്ക് ചെയ്യാവുന്ന രീതിയിലായിരിക്കും നമ്മൾ ജിറ്റിൽ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ ഈ ഒരു നമ്മുടെ സീരീസിലെ കോഡ് എക്സാക്ട്ലി എന്താണെന്നും അത് നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ പ്രീവിയസ് വീഡിയോ എക്സാക്ട്ലി എത്ര ലൈൻ ഓഫ് കോഡ് ചേഞ്ച് ആയി എന്നൊക്കെ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് ചെക്ക് ചെയ്ത് പഠിക്കാവുന്ന ഒരു മോഡലിലായിരിക്കും ഈ ഒരു സീരീസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഓവർവ്യൂ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ് കോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റമായിട്ട് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ബേസിക്കലി സ്റ്റുഡൻസിൻ്റെ ക്രെഡ് ഓപ്പറേഷൻസ്, ഡാറ്റാബേസ് ഇൻ്റഗ്രേഷൻ, കോഴ്സ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ഫോറിൻ കീ റിലേഷൻഷിപ്സ് ഒക്കെ ആയിരിക്കും ഫണ്ടമെൻ്റലി നമ്മൾ പഠിക്കുക. ഈ ഒരു കാര്യങ്ങൾ കവർ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഒരു ഡോട്ട്നെറ്റിൻ്റെ കോർ കൺസെപ്റ്റ്സ്, അതായത് മോഡൽ എന്താണ്, വ്യൂ എന്താണ്, കൺട്രോളർ എന്താണ്, ഡാറ്റ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, അങ്ങനത്തെ കോർ കൺസെപ്റ്റ് എല്ലാം കവർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഓരോ വീഡിയോസും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രീ റിക്വസിറ്റ് പറയുവാണെങ്കിൽ ബേസിക് C# നോളജാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഡോട്ട്നെറ്റിൽ കൊടുക്കണമെങ്കിൽ C# ഒരു ഫണ്ടമെൻ്റൽസ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഈ ഒരു C# ആക്ച്വൽ ഫണ്ടമെൻ്റൽസ് അത്യാവശ്യം കവർ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമ്മളതൊരു ഈ ഒരു കണ്ടന്റ് സെക്ഷനിലും കമൻസിലും ആക്ച്വലി ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ C# കുറിച്ച് ഒന്നും അറിയാത്തൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഫസ്റ്റ് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഒരു അത്യാവശ്യം ഊപ്സ് വരെയൊക്കെ കൺസെപ്റ്റ് ക്ലിയർ ആയെങ്കിൽ നമുക്ക് ഈ ഒരു സീരീസ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഡാറ്റാബേസ് നോളജ് ആക്ച്വലി നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് ഈ ഒരു സീരീസിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ വളരെ ബേസിക് ഡാറ്റാബേസ് നോളജ് അറിയാമെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഡോട്ട്നെറ്റ് നോളജ് പ്രീ റിക്വസ്റ്റ് അല്ല. കാരണം ഓൾറെഡി ഒരു ഡോട്ട്നെറ്റ് ഡെവലപ്പർ ആണെങ്കിൽ അവർക്കുള്ളൊരു സീരീസ് അല്ല. ഇതൊരു കംപ്ലീറ്റ്ലി ബിഗിനറിന് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് അഡ്വാൻസ് ആവാനുള്ള ഒരു സീരീസാണിത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ MVCയുടെ കൺസെപ്റ്റ്സ് ആയിരിക്കും ഫസ്റ്റ് പഠിക്കുക. ഒരു ഫോം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനെ മോഡലിലേക്ക് എങ്ങനെ ബൈൻഡ് ചെയ്യുന്നു, പിന്നെ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോർ എന്താണ്, അപ്പോൾ അതിൻ്റെ ആക്ച്വൽ യൂസേജ് എന്താണ്, അതും SQLും ആയിട്ട് എന്താണ് വ്യത്യാസം, ബേസിക് CRUD ഓപ്പറേഷൻസ് എങ്ങനെയാണ് നമ്മൾ ആക്ച്വൽ പ്രൊജക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഫോം വാലിഡേഷൻസ് എങ്ങനെ ചെയ്യുന്നു, അതിൽ ജോയിൻസ് എങ്ങനെ വരുന്നു, അങ്ങനത്തെയൊക്കെ കൺസെപ്റ്റ് ഓരോ വീഡിയോയിലും ഓരോ ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിലെ ഓരോ ഫീച്ചർ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആഡ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു സീരീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ്, നിങ്ങളൊരു
1 മന്ത് അല്ലെങ്കിൽ ഒരു 2 വീക്ക് 3 വീക്കൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി പഠിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് നിങ്ങൾ ആസ് എ ബിഗിനറിൽ നിന്നും ഒരു ഇൻ്റർമീഡിയറ്റ് ഡെവലപ്പറിലേക്കുള്ള ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു തന്നെയാണ് ആക്ച്വലി സീരീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ സീരീസിലും അല്ലെങ്കിൽ ഓരോ വീഡിയോസിലും ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, പ്ലസ് ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ പ്രൊജക്റ്റിലെ ഒരു ഫീച്ചറും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റിൽ ഒരു പുതിയ ഫീച്ചർ ആഡാവും. അറ്റ് ദ സെയിം ടൈം ഒരു കൺസെപ്റ്റ് .NET-ലെ ഒരു പുതിയ കൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും പാരലലി നടക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിതിൽ ലൈവ് വീഡിയോസ്, ലൈവ് കോഡിങ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈവ് കോഡിങ് എന്ന് പറയുന്നത് കുറച്ച് ടൈം വീഡിയോയുടെ ലെങ്ത്ത്, റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടാൻ ആയിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഓരോ വീഡിയോയിലും അഡ്വാൻസ് ആവുന്ന ചേഞ്ചസ്, മൈന്യൂട്ട് ചേഞ്ചസ് വരെ ലൈൻ ബൈ ലൈൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ കോഡ് ഇപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ ആഡ് ചെയ്ത കോഡ് പല രീതിയിലൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എങ്ങനെയാണ് ഔട്ട്പുട്ട് മാറുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മുടെ പ്രൊജക്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന കോഡിൽ ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡ് പോലും എക്സ്പ്ലെയിൻ ചെയ്യാതെ ആക്ച്വലി വീഡിയോയിൽ പോകുന്നതായിരിക്കില്ല. പക്ഷേ നിങ്ങൾ എന്താ പറയുക, വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഫീച്ചർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ എപ്പോഴും ഓരോ വീഡിയോന് ശേഷം ഒരു പ്രോഗ്രസ് കണ്ടാൽ മാത്രമേ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ആവുള്ളൂ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പലർക്കും ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതിൽ പലരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിയർ ഔട്ട്പുട്ട് കാണാതെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും സ്റ്റക്കായി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് കൺസെപ്റ്റ് നമ്മൾ ഒരിക്കലും ഈ ഒരു സീരീസിൽ ആദ്യമേ നമ്മൾ പഠിപ്പിക്കത്തില്ല. കാരണം സീരീസിൽ നിങ്ങൾ കൺസെപ്റ്റ് വൈസ് അഡ്വാൻസ് ആയതിനു ശേഷം മാത്രമേ ഓരോ കൺസെപ്റ്റിൻ്റെ ഡീപ്പ് ലെവലിലേക്ക് നമ്മൾ പോവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ബിഗിനർ ഫ്രണ്ട്ലി ആയിരിക്കും ഈ ഒരു സീരീസ്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ എൻഡ് വരെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പോൾ ഇതിൽ കോഡ് ലെവലിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വേർഷൻ എന്ന് പറയുന്നത് ബേസിക്കലി .NET 10 ആണ്. നിങ്ങൾക്കിപ്പോൾ .NET-ൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് .NET 10 ആണ്. കാരണം നമ്മുടെ ചാനലിൽ കുറേ പേര് പഴയ വീഡിയോ ഇപ്പോൾ കണ്ടിട്ട് ചില കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ യൂസ് ചെയ്ത .NET-ൻ്റെ വേർഷൻ എന്ന് പറയുന്നത് കുറച്ച് പഴയതാണ്. അപ്പം ആ .NET-ൻ്റെ പ്രോഗ്രാം ഫയലും ബാക്കി ബേസിക് കാര്യങ്ങൾ പലതും പുതിയ വേർഷനിൽ ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പഴയ കോഡ് ട്രൈ ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് വേർഷനിലായിരിക്കും നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതാണ് .NET 10 ആണ് ആക്ച്വലി ഇപ്പോഴുള്ള LTS വേർഷൻ, അതായത് ലോങ് ടൈം സപ്പോർട്ടഡ് വേർഷൻ. അപ്പോൾ ഫോർ ദ നെക്സ്റ്റ് 3 ഇയേഴ്സ് എങ്കിലും ഈ ഒരു വേർഷൻ തന്നെയായിരിക്കും ഇൻഡസ്ട്രിയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സ് ആരൊക്കെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് C# കോഡിങ് അറിയുന്ന ബിഗിനേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ്, വെബ് ഡെവലപ്മെൻറ്റ് ഫീൽഡിലേക്ക് വരാൻ ഇഷ്ടമുള്ളവർ, അതുപോലെ തന്നെ .NET-ൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ആരൊക്കെ വിചാരിക്കുന്നുണ്ടോ അവരുടെയൊക്കെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഈ ഒരു ആക്ച്വൽ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നതിലേക്കായിരിക്കും ഈ ഒരു സീരീസ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആക്ച്വലി നമ്മൾ ഒരു ലേറ്റർ പാർട്ടായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ബിഗിനർ സീരീസിന് ശേഷമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.